ഹായ് ഫ്രണ്ട്സ്, സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈദിന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു മാംഗോ പുഡിംഗ് റെസിപ്പിയാണ്. നമുക്ക് തീ പോലും കത്തിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിംഗ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡ് മതി ഇതിന്. ബ്രെഡും കുറച്ച് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിലൊരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം, മാംഗോ ബ്രെഡ് പുഡിംഗ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടി. അപ്പോൾ ബ്രെഡാണ് നമുക്കിതിന് വേണ്ടത്. ഞാൻ കണ്ടൻസ് മിൽക്കും എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ഇതാക്കുന്നത് ഞാൻ ഒരു അരക്കപ്പ് കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പൊടി കലക്കിയതാണ് കേട്ടോ. ഫ്രഷ് തേങ്ങാപ്പാൽ എടുക്കാൻ അതാണ് നല്ലത്. പിന്നെ മാംഗോ ഒന്ന് നമ്മളത് പേസ്റ്റാക്കി വെക്കണം, കുറച്ച് മാംഗോ. പിന്നെ മാംഗോ കഷ്ണങ്ങൾ വേണം വാങ്ങേണ്ടത്. പിന്നെ വിപ്പിംഗ് ക്രീമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ ആ കോക്കനട്ട് മിൽക്ക് എടുത്ത് വെച്ചിട്ടില്ലേ, ആ മിൽക്കിലേക്ക് അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മിൽക്കിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് പഞ്ചസാര ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ടാണെങ്കിൽ പഞ്ചസാരന് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കണ്ടൻസ് മിൽക്ക് ഞാനിപ്പോൾ ഒരു 2.5-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഞാൻ വിപ്പിംഗ് പൗഡറാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടിത് തണുത്ത പാലൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുക വേണ്ടത്. നമ്മൾ വിപ്പിംഗ് പൗഡർ ഉപയോഗിക്കുമ്പോൾ കേട്ടോ, നല്ല തണുത്ത പാൽ വേണം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, ഫ്ലഫി ആയിട്ട്. നല്ല നമ്മൾ ആ പിന്നെ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന ക്രീമിൽ അതേപോലെ ആയിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണ് മധുരത്തിന് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര പൗഡർ യൂസ് ചെയ്യുക കേട്ടോ. ഈ കണ്ടൻസ് മിൽക്ക് കയ്യില്ലാത്തവർ പഞ്ചസാര പൊടിച്ചത് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഞാൻ പറഞ്ഞില്ല, മാങ്ങ ഞാനൊരു 1/4 കപ്പ് ഇങ്ങനെ അരച്ച് വെച്ചിരുന്നു, മിക്സിയിൽ ഇങ്ങനെ പേസ്റ്റാക്കി വെച്ചിരുന്നു. അത് ഇതിലേക്ക് നമ്മൾ ആ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡാക്കി എടുക്കുക. നമ്മൾ ഈ വിപ്പിംഗ് ക്രീം നല്ല വിപ്പായതിന് ശേഷം നിങ്ങൾ മാംഗോൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്നിങ്ങനെ മിക്സാക്കി വെക്കുക. അപ്പോൾ നല്ല മാംഗോൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെനില എസൻസ് ഒഴിക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ ഒഴിച്ചിട്ടില്ല. എനിക്ക് ആ മാംഗോൻ്റെ ഫ്ലേവർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് മാത്രമാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ഇനി നമുക്ക് സെറ്റാക്കാം. കണ്ടോ, ഈസിയാണത്. കാരണം നമുക്ക് തീ പോലും കത്തിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രെഡ് പുഡിങ്ങാണ്. ബ്രെഡും തേങ്ങാപ്പാലും വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അതും പിന്നെ അതിൻ്റെ കൂടെ മാങ്ങയും വരുമ്പോൾ കിടുവാണ്. അപ്പോൾ അതാ ബ്രെഡ് ഇങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ 3 കഷ്ണമാക്കി എടുത്തിട്ട് തേങ്ങാപ്പാൽ മുക്കി ഇങ്ങനെ ലെയർ ആക്കി വെച്ച് കൊടുക്കുക. അടിയിൽ ഇങ്ങനെ ബ്രെഡിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും നമുക്ക് ബ്രെഡ് ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. അതിൻ്റെ ഇടയിൽ ഞാൻ മാംഗോൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി അരിഞ്ഞ മാംഗോ പീസ് ആയിരിക്കും നല്ലത്. ഞാൻ കുറച്ച് വലുതാക്കിയാണ് അരിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ മാംഗോൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. കണ്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ കുറച്ച് വലുതാക്കി ഇട്ട് കൊടുത്തുകൊണ്ട് കാരണം ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ വന്നു. അപ്പോൾ ചെറുതാക്കി ഇടുമ്പം നമ്മളിങ്ങനെ ഓരോരോ ബൈറ്റും ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മാംഗോൻ്റെ ആ ക്രീമും മാംഗോൻ്റെ ഈ കഷ്ണങ്ങളും എല്ലാം ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ ഈ കോക്കനട്ടിൻ്റെ ബ്രെഡില്ലേ, ബ്രെഡ് നമ്മൾ മിൽക്കിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടല്ലേ വെച്ചത്, അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം വരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കേട്ടോ. വീണ്ടും ഞാനിത് ബ്രെഡ് ഇങ്ങനെ തന്നെ കോക്കനട്ട് മിൽക്കിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും വിപ്പിംഗ് ക്രീം ലെയറാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ കൊടുക്കട്ടെ. ഞാൻ കുറച്ച് മാംഗോൻ്റെ പീസ് തന്നെ വെച്ചതാണ്. ഒന്ന് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ അധികം തണുപ്പിക്കാതെ അതെടുത്ത് 1 മണിക്കൂറേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു 4-5 മണിക്കൂർ ഇത് സെറ്റാവാൻ വെക്കണം കേട്ടോ. എന്നാലേ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് കട്ടിങ്ങിൽ കിട്ടുന്നുള്ളൂ. ഞാൻ 1 മണിക്കൂർ കൊണ്ട് എടുത്തത് കൊണ്ട് എനിക്ക് ആ ക്രീം ഇങ്ങോട്ട് സെറ്റായി വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണ്ട. എന്നിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തപ്പോൾ എനിക്ക് ആ കട്ടിങ്ങിൽ കുറച്ച് ക്രീം ഇങ്ങനെ ഇതായി വന്നിട്ടില്ല, സെറ്റായിട്ടില്ല. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ മാംഗോൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പീസ്, അങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാംഗോൻ്റെ സീസണാണ്. മാങ്ങ വെച്ചിട്ട് നമുക്ക് പലതരം ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കിയതിനും അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോയത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം കേട്ടോ. ഇനി നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ, അസ്സലാമു അലൈക്കും.